അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. കൊല്ലത്ത് കല്യാണത്തിനിടെ വീണ്ടും കൂട്ടത്തല്ല്. ഇത്തവണ ഐസ്ക്രീം കിട്ടാത്തതിന്റെ പേരിലാണ് തല്ല്. പള്ളിമുക്കിലെ BSA ഓഡിറ്റോറിയത്തിലാണ് ഈ കൂട്ടയടി നടന്നിട്ടുള്ളത്. കൊല്ലത്ത് നിന്ന് വി ജയശങ്കർ ചേരുകയാണ് നമുക്കൊപ്പം. ജയശങ്കർ, ഈ കൊല്ലം കണ്ടാൽ കൊല്ലം കാണുന്നവൻ ഇല്ലം വേണ്ട എന്നൊക്കെ പറയുന്നത് പോലെ കൊല്ലം അത്ര മനോഹരമായ ഒരു സ്ഥലമാണ്, അത്ര നല്ലവരായ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ലെയ്സിന്റെ പേരിലടി അല്ലെങ്കിൽ പപ്പടത്തിന്റെ പേരിലടി, ഇത്തരത്തിലുള്ള അടികളുടെ പേരിലാണ് കൊല്ലം പലപ്പോഴും ദുഷ്പേര് നേടിയെടുക്കുന്നതിൽ ചില ആളുകളാണ് കൊല്ലത്തിന് ഇത്തരത്തിൽ നാണം കെടുത്തുന്നത്. അതിലേറ്റവും പുതിയൊരു അധ്യായമാണ് ഈ കല്യാണ വീട്ടിൽ ഐസ്ക്രീമിന്റെ പേരിലുള്ള അടി. അപ്പോൾ കമന്റ് ബോക്സിൽ അങ്ങേയറ്റം കൊല്ലത്തെ അപമാനിക്കുന്നുണ്ട്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഈ ഒരു സംഭവം അതെന്തായിരുന്നു ജയശങ്കർ? കൊല്ലം പള്ളിമുക്കിലെ BSA ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരത്തിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൂട്ടടി നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. വധുവിൻ്റെ ആളുകൾ ഐസ്ക്രീം ചോദിച്ചു, പക്ഷേ കാറ്ററിംഗിനുമായി വന്ന ആളുകൾ പറഞ്ഞു ഐസ്ക്രീം തീർന്നെന്ന്. ഇതിന് പിന്നാലെ അവിടെ ഒരു വാക്ക് തർക്കമുണ്ടായി. പിന്നീട് നാട്ടുകാരായ ചില ആളുകളൊക്കെ തന്നെ ഇടപെട്ടു. പിന്നാലെയാണ് ഇതൊരു കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും പിന്നീട് പോലീസൊക്കെ എത്തിയാണ് ഈ ആളുകളെ ഉൾപ്പെടെ ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ പലതരത്തിലുള്ള അടികൾ കേട്ടിട്ടുണ്ട്. പപ്പടത്തിന് വേണ്ടിയുള്ള അടി, പായസത്തിന് വേണ്ടിയൊക്കെയുള്ള അടി കേട്ടിട്ടുണ്ട്. പക്ഷേ ഐസ്ക്രീമിന് വേണ്ടി കൊല്ലത്തൊരു അടി നടന്നിരിക്കുന്നു. ഒരു വിവാഹ സൽക്കാരത്തിനിടെയാണ് ഈ അടി ഉണ്ടായത്. എന്തായാലും പിന്നീട് പോലീസൊക്കെ എത്തിയാണ് വിഷയം കോംപ്രമൈസ് ആക്കി വിട്ടത്, ആളുകളൊക്കെ പിരിച്ചുവിട്ടത്. ചില ആളുകളെ പോലീസ് ആ സമയത്ത് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. എന്തായാലും വലിയൊരു സംഘർഷമാണ് ഇന്നലെ രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹ സൽക്കാരത്തിനിടെ ഐസ്ക്രീമിന്റെ പേരിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ശരി ജയശങ്കർ, ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന തെറ്റാണ് ഒരു നാടിനെ ആകെ തലകുനിച്ച് നിർത്തുന്ന ഒരു ഗതികേടിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ കൊല്ലംകാരെല്ലാം പ്രശ്നക്കാരാണ് എന്നൊന്നും ആരും പറയരുത്. നല്ലവരായ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ കൊല്ലത്തിനെ അടച്ചാക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. കമന്റ് ബോക്സിലൊക്കെ അത്ര മോശമായിട്ട് ചില ആളുകളൊക്കെ കൊല്ലത്തെ ടാർഗറ്റ് ചെയ്ത് കമന്റ്സ് ഇടുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. നല്ലൊരു സ്ഥലമാണ് കൊല്ലം, നമുക്കെല്ലാം അത് നേരിട്ട് തന്നെ ബോധ്യമുള്ളതുമാണ്.